ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു HungerTales. ഇന്നത്തെ വീഡിയോ ഗ്രിൽഡ് ചിക്കനാണ്. ഗ്രിൽ സ്റ്റാൻഡ് ഒന്നും യൂസ് ആക്കാണ്ട് വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഗ്രിൽ ചെയ്തെടുക്കാനാണ്. അപ്പോൾ കീപ്പ് വാച്ചിങ്. ഒരു 8 ചിക്കൻ പീസസ് ക്ലീനാക്കി ഫുൾ ഡ്രൈ ആക്കി വെച്ച് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വരഞ്ഞു കൊടുക്കണം, എന്നാലേ മസാലയൊക്കെ നന്നായി പിടിക്കത്തുള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കുക. 2 മാരിനേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള, പിന്നെ ഒരു ഫുൾ ലെമൺ ജ്യൂസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. പിന്നെ മാക്സിമം നിങ്ങൾ കൈകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക, എന്നാലും ഈ വരഞ്ഞെടുത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു 30 മിനിറ്റ്സ് പുറത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് അണിയൻ, പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ചില്ലീസ്, പിന്നെ ഒരു ടീസ്പൂൺ ക്യൂമിൻ പൗഡറും, ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഒരു ഹാൻഡ്ഫുൾ ഓഫ് മിൻറ്റ് ലീവ്സും, ഒരു ഹാൻഡ്ഫുൾ ഓഫ് കൊറിയാൻഡർ ലീവ്സും ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ സെക്കൻഡ് മാരിനേറ്റും റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട്, ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേർഡ്. അപ്പോൾ കേർഡിൽ ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ അത് വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള തൈരും ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ കുറച്ച് അധികം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് മാരിനേറ്റ് ചെയ്തത് 30 മിനിറ്റ്സ് ആണ് വെച്ചത്. ഇത് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഗ്രില്ലാക്കാനാണെങ്കിൽ 30 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചെടുത്താൽ മതി. 30 മിനിറ്റ്സ് കൂടുതൽ വയ്ക്കരുത്, അപ്പോൾ അത് ഐസായി പോവും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ ഒരു 4 to 6 hours വെച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഗ്രില്ലിങ്ങിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഞാൻ ഇവിടെ സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടിയാണ് എടുത്തേക്കണത്. അതിൽ കുറച്ച് ഹൈറ്റിലായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് ചാർക്കോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രില്ലിംഗ് സ്റ്റാൻഡ് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു വരില്ല. അപ്പോൾ എല്ലാതെയും കരിയൊന്നും ഫ്ലോറിലാക്കാണ്ട് വേറൊരു അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. മിക്ക വീട്ടിലും ഒരു സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടി എന്തായാലും കാണുമായിരിക്കും. അപ്പോൾ സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടി ഉള്ളവർ ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഫിഷോ ചിക്കനോ ഒക്കെ ഗ്രില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ചാർക്കോൾ കത്തായിട്ട് കുറച്ച് കനൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു മെഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് എക്സസ് ആയിട്ടുള്ള മാരിനേറ്റൊക്കെ മാറ്റിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രില്ലിംഗ് സ്റ്റാൻഡിലേക്ക് ഓരോ പീസസ് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ മറിച്ചും തിരിച്ചും എല്ലാ സൈഡ്സും നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ കുക്ക് ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും. ഒരു സൈഡ് തന്നെ ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ എടുക്കും. അപ്പോൾ 20 മിനിറ്റ്സ് വെച്ചിട്ട് മറിച്ചും തിരിച്ചും ഇടയ്ക്കിടയ്ക്ക് ചൂടുണ്ടോയെന്നും ചാർക്കോളിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് വീശി കൊടുക്കുക, എന്നാലേ ആ ചൂട് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെച്ച് ചിക്കൻ റെഡിയായി. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ബാച്ചും ഗ്രില്ല് ചെയ്തെടുക്കാം. സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടിയാണ് എടുക്കാൻ നോക്കുക. വേറെ ടൈപ്പ് ഓഫ് ചട്ടിയാണെങ്കിൽ ഈ ചൂട് കൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സിമെൻറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ്, അപ്പോൾ പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടൈലൊക്കെ ഇട്ട വീട്ടിലാണെങ്കിൽ കരിയൊന്നും ഫ്ലോറിലാവാതെ നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് കളിക്കുക. പിന്നെ ഇതും പോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ ചട്ടിയാണ്. അപ്പോൾ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ഇതും പോർട്ടബിളാണ്.
അപ്പോൾ അങ്ങനെ ട്രൈ ആക്കി നോക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ലെഫ്റ്റ് ഓവർ മസാലയിൽ ഞാൻ ഇവിടെ ഡൈസാക്കി വെച്ച ഓണിയൻസും ടൊമാറ്റോവും ക്യാപ്സിക്കവും സ്ക്യൂവേഴ്സിൽ വെച്ച് ഗ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സാലഡിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ അവിടെ ബാർബിക്യൂ ചിക്കൻ റെഡിയായി. ഇത് ചൂടോടെ തന്നെ ചട്നിയോ അല്ല ഹമ്മൂസോ ഗാർലിക് മയോയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുക. ഗാർലിക് മയോൻ്റെ ഹമ്മൂസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.